കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കടൽമണൽ ഖനനത്തിനെതിരായി കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മത്സ്യത്തൊഴിലാളി പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ ആദ്യത്തെ കേന്ദ്രമായി തീരുമാനിച്ചിട്ടുള്ള കൊല്ലം കേന്ദ്രീകരിച്ചാണ് പ്രധാനപ്പെട്ട സമരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമായി സംസ്ഥാനത്ത് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയാണ്. 13 മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചേർന്നിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്നിട്ടുള്ളതാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി. എന്നാൽ ഈ സമരത്തെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ കോൺഗ്രസും UDFും തയ്യാറാകുന്നു എന്ന ദുഃഖകരമായ ഒരു സാഹചര്യം ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കണ്ണൂർ കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല. ഇന്നലെ AICCയുടെ ജനറൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസംഗവും കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഈ നയം നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായി കേരളത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ യോജിച്ച് സമരം നടക്കുന്ന ഒരു കാലത്ത് എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അടക്കം അംഗമായിട്ടുള്ളതാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി. അവിടെയൊന്നും അവരാരും പറയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കാൻ തയ്യാറാകുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അല്ലാതെ മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങളാണെങ്കിൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാണല്ലോ പോരടിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടന്ന LDF യോഗത്തിന് ശേഷം UDF നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു, LDFനും UDFനും കൂടെ യോജിച്ച് ഈ കടൽമണൽ ഖനനത്തെ നമുക്ക് നേരിടണം, ചെറുത്ത് പരാജയപ്പെടുത്തണം, അതിന് നമുക്ക് സഹകരിക്കണം. അവർ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 27-ാം തീയതി UDFന്റെ യോഗമുണ്ട്, അതിന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അറിഞ്ഞുകൂടാ. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേന്ദ്രത്തിന്റെ നയത്തിനെതിരായി മുന്നോട്ട് പോകണം എന്ന് നിശ്ചയിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി ദുരുദ്ദേശപരമായിട്ടുള്ള ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്? അതിന്റെ പൊരുളെന്താ? 2023 മാർച്ച് മാസം 11-ാം തീയതി ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് കേന്ദ്ര പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കേരളത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല 2025 ജനുവരി മാസം 11-ാം തീയതി കൊച്ചിയിൽ നടന്ന അവർ സംഘടിപ്പിച്ച പ്രത്യേക മീറ്റ് റോഡ് ഷോ, അവിടെ കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ പോയി നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ് അതിന്റെ കത്ത് സമർപ്പിക്കാൻ തയ്യാറായി. ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയോടൊപ്പമാണ്. തീരദേശത്തിന് അതിന്റെ ചൂഷണം ഉണ്ടാക്കുന്നതോ മത്സ്യസമ്പത്തിന് കുറവ് വരുന്നതാകുന്ന ഒരു നിലപാടും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നതല്ല എന്നുള്ളത് ഈ കത്തുകളിലൂടെ എല്ലാം വളരെ കൃത്യമായി ഗവൺമെന്റ് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഞാൻ സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഇത് 3 മാസക്കാലത്തിന് മുമ്പ് നടന്ന നമ്മുടെ നിയമസഭാ സമ്മേളനത്തിൽ എനിക്ക് തന്നിട്ടുള്ള മറുപടിയിലും ഈ ഖനനവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ നിലപാടിനെ സംബന്ധിച്ച് പരമ്പരാഗതമായി മീൻ പിടിക്കുന്ന കരയോരടുത്ത പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും ഖനനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നതാണ് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം. അതുകൊണ്ട് ഒരു തരത്തിലും കേരളം ഇത് അംഗീകരിക്കുന്നതല്ല എന്ന് നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ നിയമസഭ പിരിയുന്ന ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ സബ്മിഷൻ ഉണ്ടായിരുന്നു. ആ സബ്മിഷന് കേരളത്തിലെ വ്യവസായ മന്ത്രി കൊടുത്തിട്ടുള്ള മറുപടി നിങ്ങൾ കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാം സഭയിൽ ഉണ്ടായിരുന്നതാണ്. കേരളത്തിലെ നിലപാടിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ ശക്തമായ എതിർപ്പ് അവിടെ ഉന്നയിക്കണമെന്നും പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും സംസ്ഥാനത്തെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ടെന്നും ഇനി നമുക്ക് പരസ്പരം ആലോചിച്ചുകൊണ്ട് തുടർ നടപടികളെ കുറിച്ച് മുന്നോട്ട് പോകാം
എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ നിലപാട് നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങൾക്ക് കോട്ടം തട്ടുന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ, അവകാശങ്ങൾ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, മത്സ്യമേഖലയ്ക്ക് കനത്ത ആഘാതമുണ്ടാക്കാൻ ഇടയുള്ള കടൽ മണൽ ഖനനത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് പിന്മാറണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ പിന്നെ സംസ്ഥാന ഗവൺമെന്റിനെ ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റിനെതിരായി ഈ സമരത്തെ തിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ ഈ ചിന്തയെ വളർത്തിയെടുക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? ആരെങ്കിലും ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് തൊഴിലാളികളുടെ ഐക്യത്തെ ദുർബലപ്പെടുത്താൻ ഇവർ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നീങ്ങുന്നതെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ ഒക്കുമോ? തീരദേശത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ട്, ഭരണകക്ഷിയായ BJP ഒഴിച്ച് എല്ലാവരും ഒറ്റക്കെട്ട്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന തീരദേശ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തി രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടി കടൽ മണൽ ഖനനം പോലെയുള്ള ഒരു വിഷയത്തെ അവർ ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല എന്നുള്ളത് ഞാൻ ആമുഖമായി ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ 27-ാം തീയതിയിലെ ഫെബ്രുവരി 27-ന്റെ ഹർത്താൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഹർത്താൽ തീരദേശം ഒട്ടാകെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബലമായ 2 മുന്നണികളും ഇതിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യത്തിൽ അത് നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ കഴിയും. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ഈ സമരം ആദ്യം ഏറ്റെടുത്തവരാണ്. ഫെബ്രുവരി മാസം 12-ാം തീയതി എറണാകുളത്ത് റെനൈ ഹോട്ടലിന്റെ മുന്നിൽ ഞങ്ങൾ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാർച്ച് സംഘടിപ്പിച്ചു. 17-ാം തീയതി കേരളത്തിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിലേക്ക് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി മാർച്ച് സംഘടിപ്പിച്ചു. ഫെബ്രുവരി മാസം 8-ാം തീയതി 100 കണക്കിന് വരുന്ന വള്ളങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU തനതായി കൊല്ലത്തെ തീരത്ത് കടൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. ഇപ്പോൾ 27-ാം തീയതി പരിപാടി കഴിഞ്ഞാൽ 28-ാം തീയതി രാവിലെ 10 മണി മുതൽ രാപകൽ സത്യാഗ്രഹ സമരം രാജ്ഭവന്റെ മുന്നിൽ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാർച്ച് 12-ാം തീയതി പാർലമെന്റിലേക്ക് 100 കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ മാർച്ച് നടത്തുകയാണ്. അപ്പൊ ഈ നിലയിലേക്കുള്ള പ്രക്ഷോഭണങ്ങൾ, സമരങ്ങൾ അതിന്റെ നേതൃനിരയിലാണ് CITU നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതര സംഘടനകളുമുണ്ട്. BJPയുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമോ അല്ലെങ്കിൽ അവരുടെ സഹയാത്രികരായിട്ടുള്ളവരോ ഇല്ല എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാവരും സമരരംഗത്താണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് നിലവിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഈ നയം തിരുത്തിയേ പറ്റൂ. ഈ ഖനനം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിനുവേണ്ടി കൂടുതൽ തീക്ഷ്ണമായ സമരത്തിലേക്ക് നീങ്ങണമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതല്ല യോജിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത്. അവിടെ വിഭജനം ഉണ്ടാക്കിയാൽ, അവിടെ ചേരിതിരിവുണ്ടാക്കിയാൽ അതിൻ്റെ ഗുണമുണ്ടാക്കാൻ പോകുന്നത്, നേടാൻ പോകുന്നത് ഈ നയത്തിന്റെ പ്രയാക്താക്കൾക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ നേട്ടം കഴിയുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്കുമായിരിക്കും എന്ന വസ്തുത ബന്ധപ്പെട്ടവർ തിരിച്ചറിയണമെന്നാണ് കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുവാനുള്ളത്.